കഴിഞ്ഞ കാലത്ത് സീനിയർ ആയിട്ടുള്ളവർ അവർ അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സുഖം. മാതാക്കളോടാണ് പറയാനുള്ളത്, പുലർച്ചെ മുതൽ പാതിര വരെ അടുപ്പത്താണ്. എന്താണ് ചെയ്യുന്നത്? ചോറ് കറി വെക്കാം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. 40 മിനിറ്റ് കൊണ്ട് വീട്ടിലെ വാഷിംഗ് മെഷീനിലുള്ളവർക്ക് വസ്ത്രങ്ങൾ അലക്കി മുറ്റം അടിച്ചുവാരി മോപ്പിട്ട് അകം പടച്ച് രാവിലെ ചായയും കടിയും ഉണ്ടാക്കി ചോറ് കറി വെച്ച് 40 മിനിറ്റ് കൊണ്ട്. ആ വീഡിയോയിൽ സമയം ഞാൻ കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 8:30 മണിക്ക് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ ഇതിനെ വളരെയധികം ലഘൂകരിക്കാൻ പറ്റും. പുലർച്ചെ സമയത്ത് എണീക്കുന്ന നിർബന്ധമാണ്. അത് ശാസ്ത്രീയമായിട്ടും മതപരമായിട്ടും ഒക്കെ. കാരണം പ്രപഞ്ചം മനുഷ്യരെയും മൃഗങ്ങളെയും ജന്തു ജീവജാലങ്ങളെയും എല്ലാം കണ്ടും അടുത്തറിയുന്ന സമയമാണ് പുലർച്ചെ 3 മുതൽ സൂര്യൻ ഉദിക്കുന്ന അരമണിക്കൂർ മുമ്പ് വരെ. 3 അടി നടക്കാൻ ശ്രമിക്കും. എപ്പോഴും അടുപ്പത്ത് നിന്ന് തിരികെ എന്നല്ല, കുറഞ്ഞ സമയം അത് മാറ്റി വെക്കുക. തന്റെ മക്കളോടും കുറച്ച് സമയം ചെലവഴിക്കുക. കാരണം ഒരു 2 വയസ്സ് 4 വയസ്സ് ഒക്കെയുള്ള കുട്ടികൾ എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ഗെയിം കളിച്ചോടിക്കും. അതിന്റെ അഡിക്റ്റാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഇന്നലെ ഒരു വീഡിയോ, ഒരു നിർദ്ധനരായ മാതാപിതാക്കളോട് ആൻഡ്രോയിഡ് ഫോൺ ഓടിത്തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് മലമുകളിൽ നിന്നും താഴെ ചാടിയ ഒരു മകന്റെ കഥ. അതുപോലെ മാതാപിതാക്കളെ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ വെട്ടിക്കുന്ന ദാരുണമായ കഥകൾ. ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. തന്റെ മക്കളോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കുക. അവരുടെ ബുദ്ധി വളരെ നിഷ്കളങ്കമായ ഒരു സാഹചര്യമാണ്. ഒന്നും അറിയില്ല അവർക്ക്. അപ്പൊ കുറെ സമയം അവരുടെ കാര്യങ്ങളിൽ ഒന്ന് ഇടപെടുക. അവർ കുറെ പരാതികൾ പറയും, കുറെ ആഗ്രഹങ്ങൾ പറയും. അവരൊന്ന് മാനിക്കുകയോ ഒന്ന് ഗൗനിക്കുകയോ ചെയ്താൽ അവർ ഹാപ്പിയായി. അതിനുള്ള സമയം നമ്മൾ കിട്ടുന്ന പോയാണെന്ന് പറയും. കാരണം പരിയിൽ ഒരുപാട് പണികളാണ്.